സാധാരണക്കാരായ വോട്ടർമാരുടെ വിജയമാണ് ഈ കടന്നു വരുന്നത്. കാർമേഘമല്ല കേട്ടോ, നാടിന്റെ ജനനായകൻ വോട്ട് നൽകിയവരെ നിങ്ങൾക്ക് നന്ദി. 1000 നന്ദികൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ജനനായകൻ കടന്നു വരികയാണ്. വ്യാമോഹങ്ങളെയും അഹങ്കാരത്തെയും കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് പുറംകാലുകൊണ്ട് ചവിട്ട് വരച്ചുകൊണ്ട് ഒരു നാട് സത്യത്തിനൊപ്പം മാത്രം നിൽക്കുമെന്ന് ഒന്നല്ല 1000 തവണ വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനകീയതയുടെ ജനഘോരി മുഴക്കിക്കൊണ്ട് കടന്നു വരികയാണ്. ആരുണ്ടോ തീരെ പിടിച്ചു കെട്ടാൻ തകർത്തു കളയാമെന്ന് പരാജയപ്പെടുത്തി രേഖപ്പെടുത്തിയവരെ 1000 മധുവാക്കുകൾ നന്ദിയും അർപ്പിക്കുകയാണ്. ഇന്ന് ഞാനുള്ളത് 24-ാം വാർഡിൻ്റെ UDF സ്ഥാനാർത്ഥി കല്ലൻ മനാഫ് ഇന്ന് വിജയിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ 24-ാം വാർഡിൽ. അപ്പോൾ എന്തൊക്കെയാണ് മനാഫിനെന്ന് പറയാനുള്ളത്? ഇന്നത്തെ വിജയാഘോഷത്തിനെ കുറിച്ചും പൊതുവെയുള്ള കാഴ്ചപ്പാടും അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ 24-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പഞ്ചായത്ത്, നമ്മളെ മാറാക്കര പഞ്ചായത്ത് തന്നെ ഉറ്റുനോക്കുന്നൊരു മത്സരമായിരുന്നു നമ്മുടെ 24-ാം വാർഡിലെ മത്സരം. നിലവിൽ തന്നെ 4 സ്ഥാനാർത്ഥികൾ നമ്മുടെ നല്ല കടുത്ത മത്സരമായിരുന്നു. അതിൽ നമ്മുടെ 24-ാം വാർഡിലെ എല്ലാ ജനങ്ങളും എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും നമുക്ക് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം അത്യാവശ്യമാണ്. തീർച്ചും അതുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ. മനാഫ്ക്ക് എതിർ സ്ഥാനാർത്ഥികളുമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ മത്സരത്തിൽ അവരായിട്ട് ഗടാഗട മത്സരമാണ് ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ സിമ്പിളായിട്ട് ആണോ ജയിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് അതിന്റെ സിമ്പിളായിട്ടുള്ള ഒരു മത്സരം അല്ലായിരുന്നു. എതിർ സ്ഥാനാർത്ഥികൾ എതിർ സ്ഥാനാർത്ഥികൾ ഞങ്ങൾ സൗഹൃദമായിട്ടുള്ള ഒരു ഇതായിരുന്നു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ഒരു വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ പണാധിപത്യം നന്നായിട്ട് ഇവിടെ അഴിഞ്ഞാടിയിട്ടുണ്ട്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM അത്യാവശ്യം നല്ല പണം ഇവിടെ ചിലവാക്കിയിട്ടുണ്ട്. എന്നെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ മാക്സിമം പണമെറിഞ്ഞ് ഇവിടെ വോട്ട് പിടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അതൊന്നും ഇവിടെ വില പോയില്ല. ഭൂരിപക്ഷത്തിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഭൂരിപക്ഷമാണ് ഇപ്പൊ നമുക്ക് ഇത് വന്നിട്ടുള്ളത്? ഇവിടെ 275 വോട്ടിനാണ് ഇപ്പൊ ഞാൻ നിലവിൽ ഇവിടെ വിജയിച്ചിട്ടുള്ളത്. അത് എനിക്ക് ഇപ്പോൾ കിട്ടിയ ഈ 3 സ്ഥാനാർത്ഥികളുടെ ഇടയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും നമ്മുടെ മനാഫ് 24-ാം വാർഡിൽ നിന്ന് വിജയിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ടി വന്നു. നമ്മുടെ ഭയങ്കര റഫുള്ള ഒരു ഇലക്ഷനായിരുന്നു ഇത്. അതായത് മാറാക്കര പഞ്ചായത്തിലെ 24 വാർഡിലും ഏറ്റവും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന വാർഡ് ഈ 24-ാം വാർഡായിരുന്നു. അതിൻ്റെ കയ്യടി ഈ സത്യപ്രതിജ്ഞയ്ക്ക് നിങ്ങൾക്ക് ഏവർക്കും ആ പഞ്ചായത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏവർക്കും അത് കാണാൻ സാധിക്കും. അത്ര കണ്ടിട്ട് കയ്യടി കിട്ടുന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു 24-ാം വാർഡ്. അതായത് എല്ലാ ഭാഗത്തു നിന്നിട്ടും ഇവിടേക്കായിരുന്നു നോട്ടം. കാരണം അവർക്ക് ഈ മാറാക്കര പഞ്ചായത്തിൽ 1-2 വാർഡ് കിട്ടണം എന്നുള്ളതായിരുന്നു ഞങ്ങളെ UDF-ൻ്റെ ഒരു ആശ. അതിൽപ്പെട്ട ഒരു വാർഡായിരുന്നു ഞങ്ങളെ ഈ 24-ാം വാർഡിൽ
മത്സരിച്ചിട്ട് മനാഫ് തോൽക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ തിരിച്ചടിയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇത് വലിയൊരു വിജയമാണ്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 250 വോട്ടായിരുന്നു ഞങ്ങളുടെ കാൽക്കുലേഷനിൽ എഴുതിയിരുന്നത്. അതായത് ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് ഇലക്ഷനിൽ സജീവമായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇതുവരെ ഞങ്ങളെ കാൽക്കുലേഷൻ വെച്ചിട്ടില്ല. ഇപ്രാവശ്യം ഞങ്ങൾ 250 വോട്ട് ഭൂരിപക്ഷമായിരുന്നു ഞങ്ങളെ കാൽക്കുലേഷൻ. പക്ഷേ ഇപ്രാവശ്യമാണ് ഞങ്ങളെ തെറ്റിച്ചത് മനാഫ്. അതിലും കൂടുതൽ 25 വോട്ടും കൂടി കൂടുതൽ നേടി മനാഫ് വൻ വിജയം നേടി. എല്ലാവർക്കും നല്ല അഭിവാദ്യം. ഞങ്ങളെ കൂടെ പ്രവർത്തിച്ചിട്ട് ഒരുപാട് ആളുകളുണ്ട്. രാവും പകലുമായിട്ട് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട്. ആ അധ്വാനം ഞങ്ങൾക്ക് ഫലം കണ്ടു. അത് ഞങ്ങൾ വലിയ സന്തോഷമായി. 22ാം വാർഡിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ലീഗിന്റെ സ്ഥാനാർത്ഥിന്റെ പരാജയത്തിനെ കുറിച്ച് എന്തെങ്കിലും വിലയിരുത്താൻ പറ്റുമോ? 22ാം വാർഡില് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നമ്മുടെ നാരായണൻ്റെ LDF പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് നാരായണൻ, എല്ലാവർക്കും അറിയുന്നു. ആ 22ാം വാർഡിലെ വളരെ തുച്ഛമായ വിരലിൽ എണ്ണാൻ പറ്റുന്ന വോട്ടിനാണ് കൊല്ലത്ത് കാസിം പരാജയപ്പെട്ടത്. അത് ഒരു പരാജയം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണോ, അത് അവൻ ജയിച്ചതായിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ മനസ്സിലുള്ളത്. ഇത്ര ഒരു മത്സരം ജീവിതത്തിലുണ്ടായിട്ടുണ്ടാവില്ല. നമ്മുടെ നാരായണൻ എൻ്റെ ഫ്രണ്ടാണ്. നാരായണന് ജീവിതത്തിൽ ഇത്ര റഫ് ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഇത് ഈ ഇലക്ഷൻ ഇന്നത്തോട് കൂടി കഴിഞ്ഞു. ആരും നമുക്ക് ഇപ്പോൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒരു പിന്നെ മോശമായിട്ട് സംസാരങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ വളരെ ക്ലിയറാണ്. പക്ഷേ മറ്റുള്ള മനാഫിൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ പല കളികളും കളിച്ചു നോക്കി. പക്ഷെ അതൊന്നും പേശിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. എല്ലാവർക്കും അഭിവാദ്യം. താങ്ക് യു.